ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ വിശേഷങ്ങളോ ഡെയിലി വ്ളോഗോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷവും 5 മാസമായി. കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ 2000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അതിന് പ്രധാന കാരണം ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ ഒന്നാമത് മടിയാണ്. എന്നിലുള്ള മടിയാണ് ഒന്നാമത് പ്രധാന കാരണം ഉണ്ടായത് കേട്ടോ. കാരണം വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാനും മറ്റേ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം മാറ്റി വയ്ക്കേണ്ടത് നമ്മുടെ മടിയാണ്. പക്ഷേ എനിക്ക് സംഭവിച്ചത് എൻ്റെ ചാനൽ ഇങ്ങനെ ആവാൻ കാരണം മടിയാണ്. ഞാൻ ഒരു 5 മാസത്തോളം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നു. ആദ്യം കുറച്ച് വീഡിയോസ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ വീഡിയോസ് ഞാൻ ചെയ്യാതിരുന്നു. പിന്നെ കുറച്ച് പിന്നെയും വീണ്ടും ചെയ്തു. പിന്നെയും ഞാൻ കുറേ വീഡിയോ ചെയ്യാതിരുന്നു. അങ്ങനെയായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമുണ്ടല്ലോ, നാളെ ചെയ്യാം അല്ലെ മറ്റന്നാൾ ചെയ്യുക, അങ്ങനെ നീണ്ടു പോയി. അങ്ങനെ വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാതിരുന്നു. പിന്നെ ഒന്നാമത് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ ഈ ഒരു ഫോണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ കോൾ വിളിക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഇപ്പോൾ റിച്ചൂട്ടിനാണെങ്കിലും കൊച്ചു TV കാണാനും ഒക്കെ ആയിട്ടും ഈ ഒരു ഫോണും ഇത് മാത്രമല്ല. അതിനിടയിൽ എനിക്ക് യൂട്യൂബ് നോക്കണം, ചാനൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റുള്ള വീഡിയോസ് കാണാനും ചിലപ്പോൾ സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത് പറയുകയാണ്, നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഞാനൊക്കെ എപ്പോഴും മോണിറ്റൈസ്ഡായി പോവേണ്ട ആളാണ്. പക്ഷേ ഞാൻ എൻ്റെ മടി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും മറ്റേ ചാനൽ മോണിറ്റൈസ്ഡ് ആവാതെ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ കുറേയൊക്കെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അതിനൊക്കെ കുറേ എനിക്ക് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊരു വീഡിയോ വൈറലായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർത്താൻ പാടില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും എന്തായാലും. ഇപ്പം എനിക്ക് ഷോർട്സിനൊക്കെ എനിക്ക് മുൻപ് ചെയ്ത ഷോർട്സിനൊക്കെ വെച്ചെങ്കിൽ നല്ല വ്യൂസൊക്കെ കിട്ടുമായിരുന്നെങ്കിലും ഞാൻ പിന്നെയും അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ 2-3-4 മാസമൊക്കെ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാതിരുന്നു. അങ്ങനെ നമ്മുടെ വാച്ച് അവറൊക്കെ കുറഞ്ഞു പോകും. പിന്നെയും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ജനുവരി കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ വാച്ച് അവർ എടുക്കില്ല. ഇനി ആദ്യം മുതൽ വാച്ച് അവർ ഞാൻ ഉണ്ടാക്കിയെടുത്തേ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഒന്ന് സ്ഥിരമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വ്യൂസും കുറവായിട്ട് വരികയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയത് ID കൂട്ടുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മൊബൈലിൽ നിന്ന് നമുക്ക് 10 ID വരെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്ന, ID കൂട്ട് കൊടുക്കാതിരിക്കുക. കാരണം IDയിൽ നിന്ന് നമുക്ക് വ്യൂസ് നമുക്ക് കിട്ടില്ല. നമുക്ക് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബ് നമുക്ക് ഇപ്പോൾ 4000 വാച്ച് അവറിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണമല്ലോ. ചാനൽ മോണിറ്റൈസ്ഡ് ആവണതിന് മുന്നേ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു കടമ്പയുണ്ടല്ലോ. ആ കടമ്പയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ID കൂട്ടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ 4 ID 5 ID അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നീട് നമുക്കുണ്ടാകുന്ന എന്തൊരു പ്രശ്നം എന്നറിയോ, നമുക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞിട്ടും 2000 കഴിഞ്ഞാലും 3000 കഴിഞ്ഞാലൊക്കെ നമ്മൾ ഈ ഒരു ID നിന്നൊന്നും അവർ വീഡിയോസ് കാണാൻ പോകുന്നില്ല. കാരണം ആ ഐഡിയകളൊക്കെ നമുക്ക് പിന്നെ ആ കൂട്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമുക്ക് കൂട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത്തരം ID നമ്മൾ കൂട്ട് കൊടുക്കാതിരിക്കുക. നമുക്ക് ശരിക്കുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമുക്ക് പിടിക്കുക. അതായത് നാച്ചുറലായിട്ടുള്ള സബ് മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ട് വരുന്ന ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമ്മൾ എടുക്കുക. ID കൂട്ട് നമ്മൾ കൊടുക്കരുത്. കാരണം നമുക്ക് വ്യൂസ് കിട്ടില്ല. പിന്നെ ആ ID കൂട്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്ന സമയത്ത് നമ്മൾ ഈ ആക്റ്റീവ് അല്ലാത്ത ഐഡികളൊക്കെ യൂട്യൂബ് തന്നെ എടുത്ത് കളയും.
അപ്പോൾ നമ്മൾ ഇപ്പോഴേ നമ്മൾ മറ്റേ ശരിയായ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ പിടിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ മാത്രം നമ്മൾ പിടിക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക. വീഡിയോ സ്ഥിരമായിട്ട് ഇടുക. നമ്മൾ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുക. നിർത്തിപ്പോകരുത്. നമുക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4000 വാച്ച് അവറുമാണ്. അത് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ സ്ഥിരമായി വീഡിയോസ് ഇട്ടേ പറ്റൂ. എനിക്ക് പറ്റിയതൊക്കെ ഒരുപാടാണ്. കാരണം ഞാൻ ഒരുപാട് മടി കാണിച്ചിട്ടിരുന്നു വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നിട്ട്. അതൊക്കെ ഇപ്പം ഞാൻ അനുഭവിക്കുകയാണ്. കാരണം ഇപ്പോഴും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് ശരിക്കും നമുക്ക് എന്താ പറയുക, വേഗം ഒന്ന് മോണിറ്റൈസറായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ 18 അളവ് നമ്മൾ പയറ്റി നോക്കിയിട്ടും നമ്മൾ പറ്റുന്നില്ല. ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി എപ്പോൾ എങ്ങനെ സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസറാക്കി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ. എന്തായാലും വീഡിയോസ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ഒക്കെ ഞാൻ വീഡിയോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല ID കൂട്ടുകൾ കൊടുക്കാതിരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ID കൂട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യൂസ് നമുക്ക് കിട്ടില്ല. കാരണം അവർ പിന്നെ ആ ഒരു നമ്മൾ സബ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾക്ക് സബ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോ ഒന്നും നമ്മൾ ആ ID അവർ പോയി കാണുന്നില്ല. അപ്പോൾ നമുക്ക് വ്യൂസ് കിട്ടില്ല. പിന്നെ നേരെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് അവർ മാത്രം നമ്മുടെ വീഡിയോ നമ്മൾ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ID കൂട്ടുകൾ നിങ്ങൾ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.